നമുക്ക് ചെറിയൊരു മുട്ടുവേദന വന്നാൽ എന്ത് പ്രയാസമായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ പടികൾ ചവിട്ടി കയറാൻ പറ്റാതെ വരിക, ഊണ് കഴിക്കാൻ ഇരിക്കാൻ പറ്റാണ്ട് വരിക, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടേറുന്ന ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ കൂടെയുള്ളത് രാജഗിരി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗത്തിന്റെ മേധാവിയായ ഡോക്ടർ മുരുകൻ ബാബു സാറാണ്. സാർ ആർത്രോസ്കോപ്പി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് കൺസൾട്ടന്റ് കൂടിയാണ്. ഡോക്ടറിനെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണല്ലോ. അപ്പം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് മുട്ടിന്റെ ഘടനയെ കുറിച്ചൊന്ന് ഡോക്ടർ വിശദീകരിക്കാമോ? അപ്പം മുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ജോയിന്റ് ആയിട്ട് ഒരു സന്ധിയായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത്രേൻ്റെ വലിപ്പം കൊണ്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഒരു ഇടുപ്പ് ജോയിന്റ്, അതായത് ഹിപ്പ് എന്ന് പറയുന്ന ജോയിന്റ് ആണ് ഒരു വലിപ്പവും ഫംഗ്ഷൻ കൊണ്ട് തോന്നുന്നെങ്കിലും പക്ഷെ അതിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് വലുത് മുട്ട് തന്നെയാണ്, കാൽമുട്ട് തന്നെയാണ്. കാൽമുട്ടിനകത്ത് ശരിക്കും അതിൻ്റെ ഘടന അനുസരിച്ച് അത് മൂന്ന് ജോയിന്റ് ചേർന്ന ഒരു കോംപ്ലക്സ് ജോയിന്റ് ആണ് മുട്ട് ജോയിന്റ്. അത് നമ്മുടെ തൊടയസ്ഥി, അതായത് ഫീമർ എന്ന് പറയുന്ന ബോണും പിന്നെ കണങ്കാലിൻ്റെ അസ്ഥി ടിബിയ എന്ന് പറയുന്ന ബോണിൻ്റെയും രണ്ട് ജോയിന്റ്, അതായത് ഇന്നർ സൈഡിലുള്ള ജോയിന്റും ഔട്ടർ സൈഡിലുള്ള ഈ രണ്ട് ബോണുകൾ തമ്മിൽ ചേരുന്ന രണ്ട് കമ്പാർട്ട്മെന്റ്. പിന്നെ നമ്മളെല്ലാവരും പറയുന്ന മുട്ടുചിരട്ട, ഈ മുട്ടുചിരട്ടയും ഈ തൈ ബോൺ തമ്മിലുള്ള ഒരു ജോയിന്റ്. അങ്ങനെ മൂന്ന് ജോയിന്റിന്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു ജോയിന്റാണ് നീ ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ജോയിന്റ് അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാർട്ടിലേജ് ഉണ്ട്, നമ്മൾ തരുണാസ്ഥി എന്ന് പറയും. ഈ തരുണാസ്ഥി ആണ് ഈ രണ്ട് ബോൺ തമ്മിൽ റബ്ബ് ചെയ്യുന്നത്, തമ്മിൽ ഒരയുന്നതിലാണ്. ഈ തരുണാസ്ഥിയിലുള്ള ബലത്തിൻ്റെ കുറവ് വരികയും ഇല്ലെങ്കിൽ അതിന് തേയ്മാനം വരുന്നതുമാണ് പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത്. ഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ജോയിന്റിന്റെ ബോൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫീമർ, ടിബിയ, പറ്റല്ല, ഈ പറയുന്ന കണങ്കാല്, തൊടയസ്ഥി, മുട്ടുചിരട്ട എന്ന് പറയുന്ന മൂന്ന് അസ്ഥികളാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് ലിഗമെന്റ്സ്, പേശികൾ എന്ന് പറഞ്ഞാൽ ലിഗമെന്റ്സും, പിന്നെ ഇത് രണ്ട് ഒരയാതിരിക്കാനായിട്ട് ബുഷ് അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്ന ഡിസ്ക് പോലത്തെ നമ്മുടെ തേയ്മാനം കുറയ്ക്കാനായിട്ടുള്ള ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു വൃത്താകൃതിയിലുള്ള രണ്ട് സൈഡിലും ഉള്ള മെനിസ്കസുമുണ്ട്. ഇത്രയും കൂടെ ചേരുന്നതാണ് ഒരു റഫ്ലി പറയുകയാണെങ്കിൽ ഒരു മുട്ടിന്റെ ഘടന. നമ്മൾ സാറ് പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞു തേയ്മാനം. അത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാചകമാണ്. എല്ലാവരും മുട്ടിന് തേയ്മാനമാണ്, സന്ധികൾക്ക് തേയ്മാനം. എന്താണ് ഈ തേയ്മാനം എന്ന് പറയുന്നത്? നമ്മള് ഈ ചിലർ പറയുന്നുണ്ട്, ചില ശാസ്ത്രശാഖകളിൽ തേയ്മാനം എന്ന് പറയുന്ന ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. തേയ്മാനം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതൊരു ഡീജനറേഷൻ എന്നുള്ള ഒരു വാക്കിന്റെ മലയാളമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഡീജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ മനസ്സിന് ഡീജനറേഷൻ വരാം, ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും ഡീജനറേഷൻ വരാം. അതുപോലെ മുട്ടിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ തരുണാസ്ഥിക്കുണ്ടാകുന്ന ഡീജനറേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാദങ്ങളുണ്ട്, നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ ഗൗട്ട് തുടങ്ങിയ പലതരത്തിലുള്ള ആർത്രൈറ്റിസുകളുണ്ട്. ഈ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ വളരെ പൊതുവെ ഇപ്പോൾ തേയ്മാനം പോലെ തന്നെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പൊതുവെ നമ്മളെല്ലാവരും ആർത്രൈറ്റിസ് ആണെന്ന് പറയുന്നത്. അതിൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഡീജനറേറ്റീവ് അല്ലെങ്കിൽ പ്രായത്തിൻ്റെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുട്ടിൻ്റെ വളവ് കൊണ്ടോ ഉണ്ടാകുന്ന തരുണാസ്ഥിക്ക് സംഭവിക്കുന്ന ക്ഷതമാണ് ഈ തേയ്മാനമായിട്ട് കൂടുതലും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഈ തേയ്മാനം എന്ന് പറയുന്ന ഏകദേശം ഒരു പ്രായമുണ്ടോ? അതായത് നമുക്കത് ചെറുപ്പത്തിലേ വരാമോ അതോ പ്രായം കഴിഞ്ഞതിന്? അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് നമ്മളൊരു 80 വയസ്സായിട്ട് കൂട്ടുകയാണെങ്കിൽ യൂഷ്വലി ഒരു 40 വയസ്സാണല്ലോ അതിന്റെ മിഡിൽ ഭാഗം, ഒരു മധ്യവയസ്കൻ എന്ന് പറയും. അതുവരെ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഫംഗ്ഷൻ കൂടിക്കൂടി വരും. അതിനുശേഷം അത് പതുക്കെ താഴോട്ട് വരും എന്ന് പറഞ്ഞതിനൊക്കെ തന്നെയാണ് അസ്ഥിയുടെ ഘടനയും. ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ആൾക്കാരുടെ മുടി നരയ്ക്കും, കണ്ണിന്റെ കാഴ്ച കുറയും, ശരീരത്തിന്റെ തൊലികളിൽ ഒരു ചുളിവുകൾ വീഴും എന്ന് പറഞ്ഞാലൊക്കെ തന്നെ അസ്ഥിക്ക് സംഭവിക്കുന്ന ഒരു ഏജ് റിലേറ്റഡ് സംഗതിയാണ് തേയ്മാനം. അപ്പോൾ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങി തേയ്മാനം ഏകദേശമൊക്കെ തുടങ്ങിയെന്ന് കണക്ക് കൂട്ടാം. പക്ഷേ അതിൻ്റെ സിംറ്റംസ്, അതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല. കാരണം 80 വയസ്സുള്ള ആൾക്കാരുടെ മുട്ടെടുത്ത് എക്സ്റേ എടുത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ചിലപ്പം ഇതൊരു 40 വയസ്സുകാരനെ ആണെന്ന് പോലും പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന തരത്തിൽ തേയ്മാനമില്ലാത്ത മുട്ടുകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ.
ഈ തേയ്മാനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ നമ്മൾ എന്തെങ്കിലും എക്സേർട്ട് ചെയ്യുമ്പോഴാണോ, ഇപ്പൊ പടി കയറുന്നു, കൂടുതൽ നടക്കുന്ന ഒരു ജോലിയാണ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണോ ഈ തേയ്മാനം സംഭവിക്കുന്നത്? തേയ്മാനത്തിന് ഒരു പരിധി വരെ ഇപ്പോൾ ഞാൻ ചോദിച്ചതും ഒരു കാരണമാകാം. കാരണം നമ്മൾ കൂടുതൽ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ തേയ്മാനം വരാറുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നമ്മൾ കൂടുതൽ ഈ ഒളിമ്പിക്സിലും ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് അത്ലറ്റ്സിന് കൂടുതൽ തേയ്മാനം വരും, അല്ലെങ്കിൽ ഞാൻ നടക്കാതിരുന്ന കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയുടെ ടയർ വണ്ടി ഓടുകയാണെങ്കിൽ കൂടുതൽ തേയ്മാനം വരികയല്ലോ, അതുപോലെ നടന്നാൽ തേയ്മാനം കൂടില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. തേയ്മാനം സാധാരണഗതിയിൽ റെഗുലറായിട്ടുള്ള ഒരു വ്യായാമ മുറകൾ ചെയ്യുന്ന ആൾക്കാർക്ക് തേയ്മാനത്തിൻ്റെ അളവ് കുറവായിരിക്കും. കാരണം ഈ നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിൽസിന് ശക്തി കൂടും. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിലാണല്ലോ മസിലുള്ളത്. മസിൽസിന് ശക്തി കൂടുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങുന്നത് ഏകദേശം 60% ബോണും ഒരു 40% മസിൽസുമാണ്. അപ്പം ഈ മസിൽസിൻ്റെ നമ്മൾ വ്യായാമം ചെയ്ത് മസിൽസിനെ ബലപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ഭാരം മസിൽസ് താങ്ങും, അസ്ഥിയിലുള്ള ലോഡ് കുറയും, അസ്ഥിയിലെ തേയ്മാനം കുറയുകയും ചെയ്യും. അപ്പോൾ എക്സസൈസ് ചെയ്യുകയോ നടക്കുകയോ പടികയറുകയോ ചെയ്യുന്നത് കൊണ്ട് തേയ്മാനം പൊതുവെ വരാറില്ല. പക്ഷേ ചില എക്സെപ്ഷണൽ കണ്ടീഷൻസ് ലൈക്ക് നേരത്തെ ഉള്ള തേയ്മാനം ഉള്ള ഒരാൾ ഒരു പ്രോപ്പറായിട്ട് ഒരു എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ തേയ്മാനത്തിൻ്റെ തോത് കൂടിയേക്കാം. അതെപ്പോഴും നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ കൂടിയാണ്. കൂടുതൽ നടക്കാൻ പറയുന്നു, വ്യായാമം ചെയ്യാൻ പറയുന്നു, പക്ഷെ കൂടുതൽ ചെയ്താൽ തേയ്മാനം. അതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അതെ, ഇപ്പൊ ഈ വണ്ടിയുടെ ടയർ അപ്പം പലരും പറയുന്ന ഇപ്പൊ തേയ്മാനം നടന്നാൽ വണ്ടി നമ്മൾ കൂടുതൽ ഓടിയ തേയും. അതുപോലെയല്ല നമ്മുടെ കാര്യം. നമ്മളുടെ ഒരു ജീവനുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതിലോട്ട് രക്തയോട്ടം കൂടുന്നു. അപ്പം ആ രക്തയോട്ടം കൂടുന്നതും കൂടുതൽ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യാനും തേയ്മാനം കുറയ്ക്കാനും ഉതകുകയും ചെയ്യും. അതുകൊണ്ട് എക്സസൈസ് ഒരിക്കലും ഒരു തേയ്മാനത്തിന്റെ ആക്കം കൂട്ടുകയല്ല, ശരിക്കും എക്സസൈസ് നല്ലതാണ്, ഹെൽപ്പ് ചെയ്യും. അതെ അതെ. സർ, ഈ കണ്ടീഷൻ അല്ലാണ്ട് മുട്ടിന് വരാവുന്ന വേറെ രോഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മളിപ്പം ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണല്ലോ നമ്മുടെ ഈ ചർച്ച. അപ്പം സാധാരണഗതിയിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഏകദേശം 80% നമ്മൾ ഇപ്പോൾ സംസാരിച്ച ഡീജനറേറ്റീവ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ സാധാരണ തേയ്മാനമാണ്. ബാക്കി ഒരു 20% മറ്റുള്ള ഈ പറഞ്ഞ കണ്ടീഷൻസ് വരാം. അതിൽ പിന്നെ കൂടുതലുള്ളതാണ് ആമവാദം എന്ന് നമ്മൾ മലയാളത്തിൽ പറയപ്പെടുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധികളിൽ, അതായത് ചെറിയ ഈ സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയുന്ന ജോയിൻറ്റുകൾക്കൊക്കെ വരുന്ന ഒരു തരം അസുഖമാണ് ആമവാദം. അതിൽ വരുമ്പോഴും മുട്ടുകൾക്ക് നല്ല രീതിയിൽ ആ അസുഖം എഫക്റ്റ് ചെയ്യുകയും മുട്ടുകളിന് നല്ല രീതിയിൽ തേയ്മാനം സംഭവിക്കുകയും ചെയ്യും ഈ ആമവാദത്തിൽ. പിന്നീടുള്ളത് ക്രിസ്റ്റൽ ആർത്രോപ്പതി എന്നൊക്കെ പറഞ്ഞ ഗൗട്ട് തുടങ്ങിയ പിന്നെ ഹീമോഫീലിയ തുടങ്ങിയ കണ്ടീഷൻസിലും ഇതുപോലെ തേയ്മാനം വന്ന് മുട്ടുമാറ്റിവെക്കൽ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാവുന്ന രീതിയിലോട്ട് വരാവുന്നതാണ്. നമ്മളിപ്പം തേയ്മാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഇപ്പൊ ഡോക്ടറിന്റെ അടുത്തൊരു രോഗി വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു ഡയഗ്നോസിസും? അതെ, ഇപ്പം പൊതുവേ നമ്മളിപ്പം പലരും ചിലപ്പോൾ കുട്ടികൾ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മുട്ടുവേദന 2-3 മാസമായിട്ട് മുട്ടുവേദനയുള്ള കുട്ടികളെ വന്ന് നമ്മളിപ്പോൾ ഒപ്പി വരുമ്പോൾ എന്താ ആശുപത്രി വന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും തേയ്മാനം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു ആര് പറഞ്ഞു തേയ്മാനമാണ്? അല്ല, അത് തേയ്മാനമാണ് എന്ന് ഒരു 18-20 വയസ്സുള്ള കുട്ടികൾ വരെ ഒന്ന് പറയാറുണ്ട് തേയ്മാനം. പക്ഷേ നമ്മൾ നേരത്തെ സംസാരിച്ച കണക്ക് ഒരു 40 വയസ്സിന് ശേഷമാണ് പൊതുവെ തേയ്മാനം വരുന്നത്. അപ്പോൾ എല്ലാ വേദനകളും തേയ്മാനം കൊണ്ടല്ല. പല രീതിയിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ മുട്ടിനുള്ളിൽ നീർക്കെട്ട് കെട്ടുന്നതുകൊണ്ടോ ഒക്കെ മുട്ടുവേദന വരാം. തേയ്മാനത്തിൻ്റെ വേദന പൊതുവെ അത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ദൂരം നടക്കുകയും കൂടുതൽ ഒരു സ്റ്റെപ്സ് കയറുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ആദ്യം വേദന വരുന്നത്. അപ്പം വേദന തന്നെയാണ് തേയ്മാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. 2, മുട്ടിനുള്ളിൽ നീര് കെട്ടുക. നീര് കെട്ടി ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു നീര് വന്നിട്ട് മുട്ടിന് ചുറ്റുമുള്ള ഭാഗത്ത് വീർത്തിരിക്കുന്ന പോലെ വരാം. പിന്നെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് കൂടുതൽ ഉണ്ടാകാം. പിന്നെ നമ്മൾ മടക്ക് നീർക്കും, നമ്മൾ ഒരു കൈ മുട്ടിൽ വെച്ചുകൊണ്ട് മടക്ക് നീർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ചെറിയൊരു പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കാം. പിന്നെ കുറച്ചുകൂടെ കൂടിയ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് മുട്ടിന് വളവുകൾ വരാം. ഇതൊക്കെയാണ് പൊതുവെ ഈ തേയ്മാനത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ആയിട്ട് കൂടുതലും ആൾക്കാർ ആശുപത്രിയിൽ വരുന്നത്. നമ്മളിങ്ങനെ ഈ ടോക്സ് ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ശബ്ദം കേൾക്കുന്നു. അതിന്റെ കൂടെ തന്നെ പറയും ഫ്ലൂയിഡ് കുറഞ്ഞിട്ടാണ് എന്ന് പറയാം. നമ്മൾ ഈ ഫ്ലൂയിഡ് പറയാന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിയിൽ മാത്രമേ അത് കേട്ടിട്ടുള്ളൂ.
ഇപ്പം മുട്ടിൽ സാധാരണഗതിയിൽ അത് ശരിക്കും ഒരു നമ്മൾ പറയുന്നതൊക്കെ ഒരു വിരോധാഭാസം പോലത്തെ ഒരു സംഗതിയാണ്. യൂഷ്വലി ഈ മുട്ടിൽ തേയ്മാനം വരുമ്പോൾ മുട്ടിനുള്ളിലെ ഞാൻ നേരത്തെ പറഞ്ഞ നീരെന്ന് പറഞ്ഞത് ഈ ഫ്ലൂയിഡ് കൂടുകയാണ്. അപ്പൊ മുട്ടെന്ന് പറയുന്ന ആ ജോയിന്റിനുള്ളിലെ വോളിയം, ഈ ഫ്ലൂയിഡ് സൈനോവിയം എന്ന് പറയുന്ന പാഴയിൽ നിന്ന് വരുന്ന ഈ സെക്രീറ്റ് ചെയ്യുന്ന അതിൽ നിന്ന് വരുന്ന ഒരു ഫ്ലൂയിഡാണ് മുട്ടിനുള്ളിൽ കെട്ടിക്കിടക്കുന്നത്. അത് ചിലരെല്ലാം ഇത് കൂടി ഒരു 50-100 മില്ലി ലിറ്റർ വരെ കെട്ടിക്കിടക്കുമ്പോൾ അസഹനീയമായ വേദനയോടുകൂടി വരുമ്പോൾ ഞങ്ങൾ അത് കുത്തി മാറ്റി കളയാറുണ്ട്. അപ്പം തേയ്മാനത്തിൽ മുട്ടിനുള്ളിലെ ഫ്ലൂയിഡ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മുടെ നാട്ടിലെല്ലായിടത്തും പ്രചരിച്ചിരിക്കുന്ന ഈ മുട്ടിൽ തേയ്മാനത്തിൽ ഫ്ലൂയിഡ് കുറയുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ കോശങ്ങൾ, അതായത് ഈ തരുണാസ്ഥി എന്ന് പറയുന്ന കോൺഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന തരുണാസ്ഥികളിലെ കോശങ്ങളിലെ വെള്ളം കുറയുന്നുണ്ട്. അത് ശരിക്കും കുറയുന്നുണ്ട്. അത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് അതിൻ്റെ വലിപ്പം കുറയുന്നുണ്ട്. ഒരു പക്ഷേ ആ മൈക്രോസ്കോപ്പിക് ആയിട്ട് ഉള്ള ഒരു പ്രശ്നമായിരിക്കാം ഒരു പക്ഷേ നമ്മളെല്ലാവരും ഈ ഫ്ലൂയിഡ് കുറയുക എന്ന് പറയുന്നത് തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ പൊതുവേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തേയ്മാനത്തിൽ ഫ്ലൂയിഡ് മുട്ടിനുള്ളിൽ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. എന്റെ ഒരു ധാരണ ഫ്ലൂയിഡ് കുറയുമ്പോ നമ്മുടെ ഒരു ഫ്രിക്ഷൻ അതായത് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഈ പറഞ്ഞ തരുണാസ്ഥിയുടെ വാട്ടർ കണ്ടന്റ് കുറയുകയും ചിലപ്പോൾ അതിന് ഡീജനറേഷൻ വരികയും ചെയ്യുന്നത് കൊണ്ടാവാം അങ്ങനെ പറയുന്നത്. അതെ. ഇനി നമ്മളൊരു സർജറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പൊ അത് ഏത് ലെവലിൽ എത്തിയ ഒരു വേദന ഏത് സ്റ്റേജ് എത്തുമ്പോഴാണ്, ലക്ഷണങ്ങൾ എവിടം വരെ എത്തുമ്പോഴാണ് ഓപ്പറേഷൻ